ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ജീവനെ സാരിയൊക്കെ ഉടുത്ത് കാഞ്ചിനെ കൊണ്ടുവന്ന സന്തോഷത്തിലാണ് ജീവൻ. ഭയങ്കര സന്തോഷം. അപ്പോൾ ആൾ ചെന്നു നേരെ വാതിലൊക്കെ അടച്ചു. എന്നിട്ട് നേരെ കാഞ്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ കാഞ്ചിനെ കണ്ട ഭയങ്കര ത്രില്ലിൽ നിൽക്കുകയാണ് കേട്ടോ. എങ്കിലും പ്രതികാരം ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പതുക്കെ ജീവൻ നേരെ അടുത്ത് ചെന്നിരിക്കുകയാണ് ഇങ്ങനെ കസേരയിലേക്ക്. കാഞ്ചന, ഒടുക്കം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നുല്ലേ? ഇതിനാണ് പ്രണയം എന്ന് പറയുന്നത്. എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് കാഞ്ചന. എന്നിട്ടും നമ്മൾ വീണ്ടും അടുത്തു. എന്നിട്ടോ ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം കൊണ്ടും നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല കേട്ടോ കാഞ്ചന. നാളെ എവിടെയെങ്കിലും വെച്ച് നിൻ്റെ കഴുത്തിൽ താലി കെട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് മറ്റൊരു ദിവസം മതി എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല കാഞ്ചന എന്ന് പറഞ്ഞു. അപ്പോൾ സാരി പുതച്ചാട്ടോ ഇരിക്കുന്നത്. ഇന്നു മുതൽ നിൻ്റെ ഇഷ്ടം നോക്കി ആയിരിക്കും കേട്ടോ ഞാൻ ജീവിക്കണത്. ഒക്കെ അറിയുമ്പോൾ നിൻ്റെ അച്ഛനും സഹോദരന്മാരും വാളെടുക്കും. പക്ഷേ എനിക്കതൊരു പ്രശ്നമേ അല്ല കേട്ടോ കാഞ്ചന എന്ന് പറഞ്ഞു. പിന്നെ നീ കൂടെയുള്ളപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല കാഞ്ചന. എനിക്ക് നീ തന്നെ മതി. നിന്നെ എനിക്ക് കിട്ടിയില്ലേ, അത് മതി കേട്ടോ. മറ്റൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്താ നീ ഒന്നും മിണ്ടാത്തത്? എന്തിനാ ഇങ്ങനെ മുഖം മറച്ചിരിക്കുന്നത്? പറ, നീ ചോദിച്ചത് കേട്ടില്ലേ കാഞ്ചന എന്ന് ചോദിച്ചു. പേടി വേണ്ടാന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണത് എന്ന് ചോദിച്ചു. സ്വർണവും പണവും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കാഞ്ചനയുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. വേഗം തന്നെ അതെടുക്കുകയാണ്. എത്ര പവൻ കാണും ഇത്? ക്യാഷ് എത്രയുണ്ട് കാഞ്ചന എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വേഗം തന്നെ കാഞ്ചനയുടെ ബാഗിൽ നിന്ന് എടുത്തുകൊണ്ട് മാറ്റുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ സാരിയും കുറച്ച് തുണികളും മാത്രമേ ഉള്ളൂ. അല്ല, എവിടെ സ്വർണവും ക്യാഷും എവിടെ? നീ അതൊന്നും എടുത്തില്ലേ? കുറച്ച് മുമ്പ് വരെ ഞാനത് നിന്നോട് പറഞ്ഞതായിരുന്നില്ലേ? ഇതിന് വേണ്ടിയിട്ടല്ലേ ഈ രാത്രി തിരഞ്ഞെടുത്തത്? എന്താ ഒന്നും മിണ്ടാത്തത് കാഞ്ചന? നിന്നോടല്ലേ ചോദിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട അർജുൻ നീക്കി പുറത്തേക്ക് വരികയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജീവൻ്റെ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജീവൻ ഞെട്ടി തരിച്ചു പോയിട്ടോ അർജുനെ കണ്ട്. അപ്പോൾ അർജുനാണ് സാരി ഉടുത്ത് ഈ ഡ്രമ്മിൽ കയറി വന്നത്. നീ ചോദിച്ചില്ലേ എന്താ അവളൊന്നും പറയാത്തേ എന്ന് ചോദിച്ചില്ലേ? ഒന്നും പറയാനില്ല ജീവൻ, ഇനി പ്രവർത്തിക്കാനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒന്നും പറയാനില്ലാത്തത് എന്ന് പറഞ്ഞു. ഇവന്മാർ തമ്മിൽ പൊരിഞ്ഞടിയാണ് കേട്ടോ. അപ്പോൾ ജീവൻ്റെ നല്ല സൂപ്പർ കീച്ച് തന്നെ വെച്ച് കൊടുക്കുകയാണ്. എടാ എന്ന് വിളിച്ച് അർജുനൻ തല്ലുന്നുണ്ട്. എങ്കിലും അർജുൻ ഒന്നും നോക്കിയില്ല. ആ ശരി, കൊള്ളാലോ, എന്ന വാടാ എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൂപ്പർ അടി നടക്കുന്നത് കേട്ടോ. അവസാനം അർജുൻ നല്ല കീച്ച് കൊടുക്കുക കേട്ടോ. എടാ, നീ എന്താ വിചാരിച്ചത്? നീ ജയിച്ചു എന്ന് കരുതി അല്ലടാ. നീ ജയിച്ചു എന്ന് കരുതിയ നീ എങ്ങനെ തോറ്റുപോയി അല്ലേ? നീ ചേച്ചിയെ ചതിക്കാനല്ലേ? എന്നും സത്യവും നന്മയും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവസാന നിമിഷം നിന്നെ അങ്ങ് പൂട്ടി. നിനക്കുള്ള ശിക്ഷ തരാനായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ജീവനൊന്നും മിണ്ടണില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കളിയല്ലെങ്കിൽ പിന്നെ എന്താടാ? നീയും മോഹിനി ആൻറ്റിയും ഫോണിൽ സംസാരിക്കുന്നു. അത് രാഖി കേൾക്കുന്നു. എന്നെ വിളിച്ച് അവൾ വിശദമായിട്ട് തന്നെ പറയുന്നു. മനസ്സിലായോ നിനക്ക്? ദൈവത്തിൻ്റെ ഓരോരോ കളികളെ. അപ്പോൾ എങ്ങനെയാണ് ജീവ? എൻ്റെ ചേച്ചിയുടെ ഭാഗ്യം കേട്ടോ. തക്ക സമയത്താണ് നീയും മോഹിനി ആൻറ്റിയും ഫോണിൽ സംസാരിച്ചത്. അപ്പോൾ മോഹിനി ഇങ്ങനെ സംസാരിക്കുന്നത് രാഖി കേൾക്കുകയാണ് കേട്ടോ. എടാ ജീവ, നീ അല്ലേടാ പറഞ്ഞത് കാഞ്ചനയുടെ നിശ്ചയിച്ച വിവാഹം നടക്കില്ല, നീ ആയിരിക്കും അവളെ കെട്ടുക എന്നൊക്കെ? ഇന്ന് അവളുടെ വീട്ടിലെ പാർട്ടിക്ക് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പം നോക്കിയേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. എന്താടാ ഇത്? നിൻ്റെ പ്ലാൻ നടക്കാതെ പോയോ എന്ന് ചോദിച്ചിട്ട് ഈ മോഹിനി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ജീവനോട് സംസാരിക്കുന്നത് രാഖി കേൾക്കുകയാണ്. എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കണം. അറിയാമല്ലോ നിനക്ക് കാര്യങ്ങളൊക്കെ. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മോഹിനി ഫോൺ വെച്ചു. അപ്പോൾ ഈ സമയത്ത് രാഖി വേഗം തന്നെ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ അർജുനേട്ടാ, ഇത് രാഖിയാണ് വിളിക്കുന്നത്. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ രാഖി, പറഞ്ഞോ? കാഞ്ചന ചേച്ചി ജീവൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. ഇന്ന് രാത്രി സ്വർണവും പണവും ഒക്കെ എടുത്ത് കാഞ്ചനേച്ചി അയാളുമായിട്ട് ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തിരിക്കുക. അതെ, ഈ ജീവൻ എന്ന് പറയുന്നയാൾ ചേച്ചീനെ ചതിക്കുക, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ചേച്ചിയെ കല്യാണം കഴിക്കുന്നത് തന്നെ. അതുകൊണ്ട് ചേച്ചിക്കാണെങ്കിൽ അത് മനസ്സിലായിട്ടുമില്ല. നിന്നോടിത് ആരാ പറഞ്ഞത്? മോഹിനി ആൻറ്റി ഈ ജീവൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഫോണിൽ സംസാരിച്ചത് ഞാൻ കേട്ടതാ.
അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളായതൊക്കെ. എന്തായാലും നീ നല്ല സമയത്താണ് വിളിച്ചത്. താങ്ക് യു മോളെ, താങ്ക് യു. എന്തായാലും ശരി, തൽക്കാലം കാഞ്ചന ചേച്ചി ഇവിടുന്ന് പുറത്തിറങ്ങില്ല. ചേട്ടൻ വേണ്ടത് ഉടനെ തന്നെ ചെയ്യാം. ഞാൻ ഫോൺ വയ്ക്കുകയാണേ. ശരി എന്ന് പറഞ്ഞു അർജുൻ. അപ്പോഴാണ് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് കയറി വരണത്. ആ മീനു, ഇവിടെ നമ്മളും ആരും അറിയാതെ വലിയൊരു ചതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മീനുവിനോട്. അപ്പോൾ കാഞ്ചനയുടെ കാര്യം ഇങ്ങനെ അർജുൻ മീനുവിനോട് നടന്നതെല്ലാം ഇങ്ങനെ വിശദമായിട്ട് പറയുകയാണ് കേട്ടോ. അതെ, അപ്പം മീനു ഇങ്ങനെ ഒന്ന് വേർത്തു. അതെ, വാ മീനു, നമുക്ക് കാഞ്ചന ചേച്ചിയോടൊന്ന് സംസാരിക്കാം. അർജുൻ എന്ന് പറഞ്ഞ് വിളിച്ചു. ഒരു മിനിറ്റ് അർജുൻ എന്ന് പറഞ്ഞു. അതെ, കാഞ്ചന ചേച്ചി ജീവൻ്റെ കൂടെ പോയില്ലെങ്കിൽ അമ്മയുടെ ജീവൻ നഷ്ടമാവും അർജുൻ എന്ന് പറഞ്ഞു. ജീവനും കാഞ്ചന ചേച്ചിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നിട്ട് നീ എന്താ മീനു പറയാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ജീവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മീനു ഇങ്ങനെ അർജുനോട് പറയുകയാണ്. നമ്മുടെ അമ്മ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞത്? അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് അർജുൻ ഞാൻ പറയാതിരുന്നത്. അതുകൊണ്ട് മാത്രം എടുത്തു ചാടി നീ എന്തെങ്കിലും ചെയ്താലോ? ഒന്നും സംഭവിക്കില്ല. നമ്മുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാഞ്ചൻ ചേച്ചിയെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. നീ വാ എന്ന് പറഞ്ഞു. മീനുവിനെ കൂട്ടിക്കൊണ്ട് പോയപ്പോഴത്തേനും അതെ അർജുൻ ഒരു മിനിറ്റ് ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞ ചേച്ചിക്ക് പിന്മാറുമെന്ന് തോന്നുന്നുണ്ടോ? ജീവൻ്റെ ആൾക്കാർ ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ചേച്ചി നമ്മൾ പറയുന്നത് കേൾക്കാതെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. നമ്മുടെ അമ്മയുടെ അവസ്ഥ എനിക്ക് പേടിയാവുന്നു അർജുൻ. നീ ചേച്ചിയോട് സംസാരിക്കുക. അമ്മയെ ഞാൻ സേഫായിട്ട് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തിയിട്ട് വരാം. അച്ഛനെ അമ്മ ഇത് അറിയിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ എന്തായാലും ഒന്നും പറയണില്ല എന്ന് പറഞ്ഞ് അർജുൻ അങ്ങ് പോയി. അപ്പം മീനു നേരെ കാഞ്ചനയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ കാഞ്ചന എല്ലാം റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ബാഗൊക്കെ കെട്ടിപ്പിടിച്ചിരിപ്പാണ് ആള്. അതെ, പോവാൻ റെഡിയായി നിൽക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ആ അതെ എന്ന് പറഞ്ഞു. അല്ല, ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയോ? ഇല്ല, കുറച്ച് പേര് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. പുറത്ത് അച്ഛനും അമ്മയും മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരെയും തന്ത്രപൂർവ്വം തന്നെ മാറ്റി നിർത്തണം നീ എന്ന് പറഞ്ഞു. പോകുന്നത് ആരും കാണരുത്, ഒരു സംശയവും ആർക്കും തോന്നരുത്. എനിക്ക് കാഞ്ചന ചേച്ചിയോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നീ ഒരു കാര്യം സംസാരിക്കേണ്ട, അത് കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ എന്ന് പറഞ്ഞു. ആകെ ടെൻഷനില്ല. നീ ഒന്ന് ചെന്ന് ക്ലിയർ ചെയ്യുക. ഞാൻ എന്ത് ക്ലിയർ ചെയ്യാനാ? എന്തായാലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ പെടും. ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മീനു പറയാനുള്ളത്? പറഞ്ഞ് തൊലയ്ക്ക്. ചേച്ചി ജീവൻ്റെ കൂടെ ഇറങ്ങിപ്പോവാണല്ലോ. നിങ്ങൾ ജീവനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ തിരിച്ച് ജീവന് ചേച്ചിയോട് സ്നേഹമുണ്ടോ? ആ ഉണ്ട് എന്ന് പറഞ്ഞു. ഇല്ല എങ്കിൽ ചേച്ചി മനസ്സിലാക്കുക. മുമ്പ് ചേച്ചി അവനെ ചതിച്ചതിൻ്റെയുള്ള ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയെ കല്യാണം കഴിക്കുന്നത് തന്നെ. അതൊന്നും ചേച്ചി മനസ്സിലാക്കുക. ചതിക്കാണ് നിങ്ങളെ അയാൾ. അപ്പം അർജുനും അങ്ങോട്ടേക്ക് എത്തി. ഓഹോ, അപ്പം അങ്ങനെയല്ലേ നിങ്ങൾ രണ്ടുപേരൂടെ എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചു. അതെ, ജീവേട്ട പറഞ്ഞതൊക്കെ മറന്നു പോയോ മീനു നീയ എന്ന് ചോദിച്ചു. ദേ ചേച്ചി, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അർജുൻ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. പക്ഷേ ഒരു വിശ്വാസവും വന്നില്ല. എനിക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഫോൺ രാഗിയെ വിളിച്ച് കൊടുക്കണം. അപ്പോൾ രാഗി നടന്ന കാര്യങ്ങളൊക്കെ കാഞ്ചനയോട് പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് ഷോക്കായിപ്പോയി. രാഗിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ചേച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം. ദേ എന്താണെങ്കിലും ചേച്ചി പറ. ജീവനോടൊപ്പം പോവുകയാണെങ്കിൽ ചേച്ചി മരിക്കുന്നതിന് തുല്യമായിരിക്കും. അത് വേണോ വേണ്ടോ എന്ന് ചേച്ചി വേണം തീരുമാനിക്കാൻ. കാഞ്ചന ആകെ ധർമ്മസങ്കടത്തിലായിട്ടോ. അപ്പോൾ കാഞ്ചന ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി എന്ന് വിളിച്ചു. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. പക്ഷേ എനിക്കതല്ല പ്രശ്നം. അവൻ ജീവൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ പോയില്ലെങ്കിൽ നമ്മുടെ അമ്മ എനിക്ക് പേടിയാവുന്നു അർജുൻ എന്ന് പറഞ്ഞു. അപ്പം പേടിക്കണ്ട, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഈ ഞാനല്ലേ പറയണത്. ജീവന് എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അർജുൻ ചേച്ചിയുടെ വേഷത്തിൽ ഞാൻ പോവും ജീവൻ്റെ അടുത്തേക്ക്. അപ്പം നടന്ന കാര്യങ്ങളൊക്കെ അർജുൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, തത്ത പറയണ പോലെ. എടാ, അപ്പോൾ നിൻ്റെ പ്ലാൻ സൂപ്പറായിരുന്നു കേട്ടോടാ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് വീണ്ടും അവൻ അടിക്കാൻ ചെന്നു. ഒന്നും നോക്കിയില്ല. അർജുൻ നല്ല കീച്ച് വീണ്ടും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു നിമിഷം കൊണ്ട്. എടാ, നിന്നെ ഈ നിമിഷം
നാളെ ക്ഷേത്രത്തിൽ വെച്ച് നിശ്ചിച്ച മുഹൂർത്തത്തിൽ തന്നെ കാഞ്ചന ചേച്ചിയുടെ വിവാഹം നടക്കും. അവരുടെ കല്യാണം നടക്കുമ്പോൾ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലടാ, നീ കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ജീവനുണ്ട് നല്ലത് കിട്ടി. ജീവൻ അപ്പോൾ ശരിക്കും അവശതയായി കേട്ടോ. അപ്പോൾ ജീവൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് അർജുൻ അടുത്ത് ചെന്നിരുന്നു. അടുത്ത് ചെന്നൊന്ന് കുത്തിയിരുന്നിട്ട്, എടാ നീ നല്ലവനായിരുന്നുവെങ്കിൽ ചേച്ചി നിനക്ക് തന്നെ കെട്ടിച്ചു തരുമായിരുന്നോ? പക്ഷേ നീ നല്ലവനെന്ന് നടിക്കുന്നവനാ, ഒരു സൈക്കോ, അതാ നിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു. ചേച്ചിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് നീ പ്രണയം നടിച്ച് അവരുടെ പിറകെ പിന്നെയും കൂടിയത്. ദേ ഇനി എല്ലാം നീ മറന്നേക്ക്. ചേച്ചിയുടെ മുന്നിൽ കണ്ടുപോകരുത്. നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എവിടെയെങ്കിലും പോയിക്കോ. എടാ അവളുടെ കല്യാണം നാളെ നടക്കില്ല എന്ന് പറഞ്ഞു. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ ഈ ജീവൻ വീണ്ടും, അപ്പോൾ അതിന് നീ ഇവിടെ കിടക്കും. വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ കല്യാണം കഴിയുന്നത് വരെ ഇവിടെ കിടക്കും. ഇനി നീ ഒന്ന് പോകുന്നത് കാണണം. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കയറിരിപ്പുണ്ട്. ആ കയറെടുത്ത് ഇവൻ്റെ കൈ പുറകെ പിടിച്ച് കെട്ടുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ മോഹിനിനെയാണ്. അപ്പം മോഹിനി വേഗം ജീവനെ വിളിക്കുകയാണ്. ഈ സമയത്താണ് മാലുവും രാഹിയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞത്. കാര്യമൊക്കെ രാഹി പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ. വിളിച്ചിട്ട് കിട്ടണില്ല. ജീവനെ ഫോണിൽ കിട്ടണില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പം, എന്താ ജീവനെ ഫോണിൽ കിട്ടണില്ലേ എന്ന് ചോദിച്ചു രാഹി. ജീവനോ? അതാരാ ജീവൻ? കേട്ടിട്ടില്ലേ? അദ്ദേഹത്തെ അല്ലേ ഇപ്പം നിങ്ങൾ ഫോണിൽ വിളിക്കാൻ നോക്കണത് എന്ന് ചോദിച്ചു. എന്നാര് പറഞ്ഞു എന്ന് ചോദിച്ചു മോഹിനി. ഏത് ജീവൻ? എനിക്ക് അങ്ങനെ ഒരാളെ അറിയിക്കുക പോലുമില്ല. അറിയില്ലേ എന്ന് ചോദിച്ചു മാലു. ഇന്നലെ രാത്രി കാഞ്ചന ജീവൻ്റെ അടുത്തേക്ക് എത്തും എന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ. എന്നിട്ടും നിങ്ങൾ കല്യാണം ഇന്ന് നടത്തുന്നു. ആകെ ഒരാശയക്കുഴപ്പത്തിലല്ലേ താൻ? അതുകൊണ്ടല്ലേ ഇപ്പം ജീവനെ വിളിച്ച് സംസാരിക്കുന്നത് തന്നെ. അപ്പം മാലുവിൻ്റെ കയ്യിൽ നിന്ന് മാലു ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മോഹിനിയിൽ നിന്ന് വിറയ്ക്കാണ്. കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. ഇന്നലെ നിങ്ങൾ ജീവനുമായിട്ട് സംസാരിക്കുന്ന സംസാരം ഞാൻ കേട്ടിരുന്നു. അതേപടി ഞാൻ തന്നെ അർജുനേട്ടനെ ഫോൺ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അർജുനേട്ടൻ വേണ്ട രീതിയിൽ അത് ആവശ്യത്തിന് ഇടപെടുകയും ചെയ്തു. ഇന്ന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ക്ഷേത്രത്തിൽ വച്ച് അനിലേട്ടൻ കാഞ്ചന ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യൂട്ടോ. കാഞ്ചന നല്ലവളൊന്നുമല്ല, പക്ഷേ അവൾ രാജേന്ദ്രനേട്ടനെയും എൻ്റെ മക്കൾക്കും ഒക്കെ ചെയ്ത ദ്രോഹം ഞാൻ മറന്നിട്ടുമില്ല. പക്ഷേ മഹേന്ദ്രേട്ടനെയും ഞങ്ങളുടെ മരുമക്കളെ ഓർത്തിട്ടാ ഞങ്ങൾ ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നത് തന്നെ. പക്ഷേ എന്നാലും നിൻ്റെ ഈ ചതി ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തത്? ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന് എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. കാലി പൂണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടാ അത് പിന്നെ ഞാൻ ഏട്ടാ എന്ന് ചോദിച്ചോ? വേണ്ട, നിൻ്റെ ബാഗും സാധനങ്ങളും എല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചെന്നാൽ വീട്ടിലേക്കുള്ള വണ്ടി ബസ് എനിക്ക് കിട്ടും. നീ ചെല്ല എന്ന് പറഞ്ഞു. പോവാനോ? നീ എൻ്റെ കയ്യും കാലും പിടിച്ച് അകത്ത് കയറിയെന്ന് എനിക്ക് മനസ്സിലായിടി എന്ന് പറഞ്ഞു. നീ ജീവൻ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനോടൊപ്പം ചെന്ന് നീ ചതിക്കാൻ നോക്കിയത് എൻ്റെ കൂടി കുടുംബത്തെയാ. ഏട്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്തതാ ഏട്ടാ, അത് മനസ്സിലാക്ക്. ഏട്ടനെ കാഞ്ചന എന്തൊക്കെയാ പറഞ്ഞത്? മീനുവിനെയും അഖിലെ സമാധാനമായിട്ട് ജീവിക്കാൻ അവൾ അനുവദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിന് പകരം ചെയ്തതായി ഞാൻ എന്ന് പറഞ്ഞു. ഒന്ന് ചിരിച്ചു കൂട്ടോ രാജേന്ദ്രൻ. ജീവനൊപ്പം ചെന്ന് ആ കാഞ്ചനയുടെ ജീവിതം തീരണം. നിന്റെ മോന് വേണ്ടിയിട്ട് നീ ചെയ്തു എന്നുള്ളതല്ലേ സത്യം മോഹിനി. എടി നീയൊന്നും ഒരിക്കലും നന്നാവത്തില്ലടി. അതുകൊണ്ട് ഇറങ്ങടി ഇവിടുന്ന്. ഏട്ടനറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വേണ്ട, കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട. ഇനി ഒന്നും കേൾക്കണ്ട. നിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ വെളിയിൽ വച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം എടുത്തോണ്ട് ഈ നിമിഷം തന്നെ നീ ഇവിടുന്ന് ഇറങ്ങണം. പിന്നെ ബന്ധവും പറഞ്ഞ് ഈ വീട്ടിലേക്ക് നീ വന്നു പോവരുത്. പല തവണയായി നിന്നെ ഞാൻ ഇറക്കി വിടുകയെന്നാണ് നിന്നെയും നിൻ്റെ മോനെയും കരഞ്ഞു വന്ന് കാല് പിടിച്ചപ്പോൾ മനസ്സലിഞ്ഞ് വീട്ടിൽ കയറ്റി. ഇനി അത് എന്താണേലും ഉണ്ടാവില്ല. പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങി. ഇനി ഞാൻ വരില്ല, ഉറപ്പായിട്ടും ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. എന്നോട് കാണിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും വഴിയെ വരും എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് മോഹിനിയെ പിടിച്ച് തള്ളി. ഇറങ്ങിപ്പോവാനല്ലേടി പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ മോഹിനി അവസാനം ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അതെ കല്യാണത്തിന് പോകണ്ടേ എന്ന് ചോദിച്ചു രാഖി. പോകണം, ഞാൻ വരുന്നില്ല. എന്താണെങ്കിലും രാജേന്ദ്രേട്ടാ അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു മാലു. അത് ഞാൻ പോയിക്കോളാം, നിങ്ങൾ രണ്ടുപേരൂടെ ചെല്ലാം. പിന്നെ
നടന്നതൊന്നും മഹേന്ദ്രൻ അങ്കിളും ആൻറ്റിയും ഒന്നും അറിഞ്ഞിട്ടില്ല. അവരെ തൽക്കാലം അറിയിക്കരുത് എന്ന് പറഞ്ഞു. രാവിലെ താങ്ക്സ് പറയാനായിട്ട് അർജുനേട്ടൻ വിളിച്ചിരുന്നു. അപ്പം പറഞ്ഞതാ. എന്നാലും അല്ല, ഇനിയിപ്പോൾ ജീവൻ വന്ന് കല്യാണം അലങ്കോലാക്കുമോ? ഇല്ല, അയാളെ അയാളുടെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയല്ലേ അർജുനേട്ടൻ. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ വേഗം പെട്ടെന്ന് റെഡിയായി പോവാൻ നോക്ക്. വാ മാലു എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി. അപ്പോൾ വേണ്ട, ജീവനാണെങ്കിൽ വായും കെട്ടി കയ്യും കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കയ്യും വായും അങ്ങനെ അഴിക്കാനായിട്ട് എന്താ പറയുക, പല ശ്രമങ്ങളും നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പോവാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.